മലപ്പുറം വളാഞ്ചേരിയിൽ വൻ ലഹരിവേട്ട. വാടക വീട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 43 ഗ്രാം MDMA-യും 4 കിലോയിലധികം കഞ്ചാവും പിടികൂടി. ഇതിനൊപ്പം കോടികൾ വിലമതിക്കുന്ന 3 കിലോ തിമിംഗല ഛർദിയും പോലീസ് കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ അടക്കം 3 പേരെ വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജിഷാദ്, ഒരു വലിയ വേട്ടയാണ് സംഭവിച്ചിരിക്കുന്നത്. പോലീസ് ഇതിലേക്ക് എത്തിയ നടപടിയെ കുറിച്ചൊന്ന് വിശദമായി അറിയണം. അതോടൊപ്പം തന്നെ നിലവിൽ എങ്ങനെയാണ് ഈ 3 പ്രതികളുടെയും സിറ്റുവേഷൻ? അവരെ എപ്പോഴായിരിക്കും ഹാജരാക്കുക? ഇന്നലെ രാത്രിയായിരുന്നു കാമ്പറം വാടക വീട്ടിൽ നിന്നും ഇത്രയും തോനെ മയക്കുമരുന്ന് ശേഖരം പിടികൂടുന്നത്. ഇതിൽ തിമിംഗല ഛർദിയും അതുപോലെ തന്നെ കഞ്ചാവും MDMA-യും ഉൾപ്പെടുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് സ്ത്രീ അടക്കം 3 പേരെയാണ് വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. മലപ്പുറം രണ്ടത്താണി സ്വദേശി നാസർ, അതുപോലെ തന്നെ ലക്ഷദ്വീപ് സ്വദേശികളായ മുഹമ്മദ് റാഷിദ്, ഉസ്നി മുബാറക് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. എന്തായാലും വലിയൊരു ശേഖരമാണ് പിടിച്ചിട്ടിരിക്കുന്നത്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്നലെ വൈകുന്നേരം ഡാൻസ് ഓഫ് ടീമും അതുപോലെ തന്നെ വളാഞ്ചേരി പോലീസും സംയുക്തമായി ഈ വീട് വളയുന്നത്. ഇവർ വാടകയ്ക്ക് വീട് എടുത്ത് താമസിക്കുകയായിരുന്നു. മാസങ്ങളായി ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു പോലീസ്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ഈ വീട് കേന്ദ്രീകരിച്ച് പോലീസ് വളയുന്നതും ഇവരെ ചോദ്യം ചെയ്യലും. അതുപോലെ തന്നെ ഈ വീട് കേന്ദ്രീകരിച്ച അന്വേഷണത്തിലാണ് ഈ 43 ഗ്രാം MDMA-യും പിന്നെ അതുപോലെ തന്നെ കഞ്ചാവും അതുപോലെ തന്നെ തിമിംഗല ഛർദിയും പിടികൂടുന്നത്. ഈ തിമിംഗല ഛർദിക്ക് കോടികൾ വിലമതിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവരിൽ നിന്നും കണ്ടെടുത്ത സാധനങ്ങൾക്ക് കോടികളുടെ വില വരും. അതായത് തിമിംഗല ഛർദിക്ക് തന്നെ കോടികളുടെ വില വരും. ഇത് എങ്ങനെ എത്തിച്ചു, അതുപോലെ തന്നെ എവിടുന്ന് കിട്ടിയെന്നുള്ള പരിശോധന നടന്നു വരികയാണ്. ഈ ലക്ഷദ്വീപ് സ്വദേശികളിൽ നിന്നാണ് ഈ സാധനം എത്തിയതെന്നാണ് പോലീസ് നിഗമനം. എന്തായാലും ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. വാടക വീട് എടുത്തായിരുന്നു ഇവരുടെ ലഹരി കച്ചവടവും അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നത്. ഇത് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന് അതോടുകൂടിയാണ് ഇവർ കുടുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. എന്തായാലും ഈ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെയും അതുപോലെ തന്നെ തിമിംഗല ഛർദിയുടെയും ഉറവിടം കണ്ടെത്താൻ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യണമെന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് ഈ പരിശോധന നടന്നിട്ടുള്ളത്. പ്രദേശത്ത് ഈ വീട് ഒറ്റപ്പെട്ട വീടായിരുന്നു. ചുറ്റുപാട് ആളുകൾ ഉണ്ടായിരുന്നില്ല. ആളുകൾ കൊടുത്ത ഇൻഫർമേഷന്റെ മുഖേനയും അതുപോലെ തന്നെ ഈ തൂഫാന്റെ ഈ പരിശോധനയുമാണ് ഇവർ കുടുങ്ങുന്നത്. എന്തായാലും സ്ത്രീ അടക്കം, അതായത് യുവതി അടക്കം 3 പേരാണ് ഇതിൽ അറസ്റ്റഡായിട്ടുള്ളത്. ഹരി, ജിഷാദ്, കുറച്ചുകൂടെ വിശദാംശങ്ങൾ, അതായത് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വാടക വീട്ടിൽ എടുത്തിട്ടാണ് ഇവർ ഇത് നടത്തിയിരുന്നെന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അവർ ആ നാട്ടുകാരാണോ എന്നുള്ള ചോദ്യം. പിന്നെ ഈ 3 പേരും ഒരുമിച്ച് അവിടെ കഴിയുകയായിരുന്നു. സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ ലഹരി വേട്ട, തൂഫാന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു വലിയ ലഹരി വേട്ടയാവുന്നു. ഇത് MDMA മാത്രമല്ല, തിമിംഗല ഛർദി ഉൾപ്പെടെ പിടികൂടുമ്പോൾ ഒരു വലിയ തുക, സൂചിപ്പിച്ചതുപോലെ തന്നെ കോടികൾ വിലമതിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. സ്വാഭാവികമായിട്ടൊരു വലിയ റാക്കറ്റിന്റെ പിടിയിലാണോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കണക്ഷൻസ്, ഇതിന്റെ ചങ്ങലകൾ, ഇതിന്റെ വേരുകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഉൾപ്പെടെ നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നാട്ടുകാരുടെ അഭിപ്രായം എന്താണ്? സ്വാഭാവികമായിട്ടും ഇത് നാട്ടുകാരുടെ ഒരു ഇൻഫ്ലുവൻസോടുകൂടി അല്ലെങ്കിൽ അവരുടെയും കൂടി ഒരു പോലീസിന് കൊടുത്ത മൊഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷനോ ഇതിന് വലിയൊരു നിർണായകമായി മാറിയിരിക്കാം. ഇവർ ഇവിടുത്തുകാരാണോ? ഇവർ എത്ര നാളെ ഇവിടെ താമസം തുടങ്ങിയിട്ട്, എത്ര നാളുകളായിട്ട് ഈ വാടക വീട്ടിൽ കഴിയുകയാണ് ഇവർ? ലക്ഷദ്വീപ് സ്വദേശികളായ റാഷിദും ഉസ്നയും ദമ്പതികളെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇവിടെ താമസിച്ചു വരുന്നത്. ഇവര് അതായത് ആയുർവേദ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് ഇവിടെ കഴിയുന്നതാണെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവര് പുറത്തിറങ്ങാത്തതൊക്കെ നാട്ടുകാരിൽ സംശയം ഉണ്ടാക്കിയിരുന്നു. എന്തായാലും കൊണ്ടോട്ടി, അതായത് മലപ്പുറം ഡാൻസ് ഓഫ് സ്ക്വാഡ് ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ദിവസങ്ങളോളം നിരീക്ഷിച്ചു വന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ഡാൻസ് ഓഫ് സ്ക്വാഡ് ഇവരെ വീട് വളയുന്നതും അതുപോലെ തന്നെ വീടിന്റെ ഉള്ളിൽ കയറുന്നതും. അങ്ങനെയാണ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. വിശദമായി ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ മലപ്പുറം രണ്ടത്താണി സ്വദേശി ഈ നാസർ എന്നൊരു വ്യക്തി കൂടി ഇതിൽ ഉൾപ്പെടുന്നു. അയാളിൽ നിന്നാണ് ഈ മറ്റേ കഞ്ചാവും MDMA-യും പിടിച്ചെടുക്കുന്നത്. കഞ്ചാവും MDMA-യും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഈ വീട്ടില് ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ കഞ്ചാവും അതുപോലെ തന്നെ MDMA-യും തിമിംഗല ഛർദിയും. ഈ തിമിംഗല ഛർദി ഫസ്റ്റില് പോലീസിന് മനസ്സിലായിരുന്നില്ല. പിന്നെ ശേഷം വിദഗ്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷമാണ് ഈ സംഭവം കണ്ടെത്തുന്നത്. നാട്ടുകാർ പറയുന്നത് ഇവരെ തീരെ പുറത്തിറങ്ങിയിരുന്നില്ല. അതായത് ദമ്പതികളായ മുഹമ്മദ് റാഷിദും ഉസ്നയും ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് വന്നതെന്നായിരുന്നു നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. ഇവര് സുഹൃത്തുക്കൾ മാത്രമാണ്, ദമ്പതികളല്ല.
ആയുർവേദ ട്രീറ്റ്മെന്റും നടന്നിട്ടുണ്ടായിരുന്നില്ല, തീരെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളായി പോലീസ് ഇവരെ വീടിന്റെ സമീപത്തൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നാട്ടുകാരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ശേഷമാണ് ഇന്നലെ വൈകുന്നേരം പോലീസ് ഇവരെ വീട് വളയുന്നതും അതുപോലെ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നതും. ഹരി, ഇങ്ങനെ ദമ്പതികളാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പറ്റിച്ചുകൊണ്ട് കഴിയുകയായിരുന്നു. സുഹൃത്തുക്കളാണ്, ആയുർവേദ ചികിത്സയ്ക്ക് വന്നതെന്ന് പറഞ്ഞു. ഒരു ആയുർവേദ ചികിത്സയും നടത്തിയിട്ടുമില്ല. ആ രീതിയിലായിരുന്നു ഇവരുടെ ഓപ്പറേഷൻ നടത്തിയത്. അതിനാണ് തൂഫാന്റെ ഭാഗമായിട്ട് പോലീസ് പൊളിച്ചെടുക്കുകയും ചെയ്തത്. ഏതായാലും കോടതിയിൽ ഹാജരാക്കുന്ന പ്രതികളെ റിമാൻഡിന് ആവശ്യപ്പെടുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. DK ജിഷാദാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.